നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ്. ഐ ബിലീവ് ഇൻ ആക്ഷൻ. ഐ ബിലീവ് മൈ ബോയ്സ് വിൽ ഡു hopefully repeat their action they did in Hyderabad. I wish my boys all success. I request all my Trivandrum guys to come and encourage us tomorrow 7 o'clock in the evening. Thank you so much. Hello, hi. Hi Trivandrum. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയത്. ഇപ്പം നമ്മുടെ എന്താ പറയുക ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനാണ് നാളത്തെ മാച്ച് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും തന്നെ മാച്ച് കാണാൻ വരണം, സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ മാച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. വളരെ നല്ല മാച്ചായിരുന്നു. ടീം നല്ലൊരു എന്താ പറയുക ഒരു ടീമായിട്ട് ഫോം ചെയ്ത് ഫൈറ്റ് ചെയ്തൊരു മാച്ചായിരുന്നു. നാളെ അതുപോലെ തന്നെ നല്ലൊരു ഫൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് വിൽ ഫൈറ്റ് ടു വിൻ. ഓക്കെ, കപ്പടിച്ചിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു. ഹലോ Trivandrum. Now that's One energy. more time. That's Hello energy. Trivandrum. Kerala Strikers K. Kerala Strikers K. One more time. Kerala Strikers K. Love you all. നാളെ നിങ്ങളെല്ലാവരും സ്റ്റേഡിയത്തിൽ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ ഈ മാച്ചിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ക്രൂഷ്യൽ മാച്ചാണ്. സോ വിഷസ് ഓൾ ദ ലക്ക്. ബാക്കി ഞങ്ങൾ ഫീൽഡിൽ ചെയ്തോളാം. ലോട്ട്സ് ഓഫ് ലവ്. ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു. നമസ്കാരം. 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 ഒരു ഹലോ പറയൂ. കുറച്ചുകൂടെ ശബ്ദത്തിൽ വരട്ടെ. വെറുതെ നിൽക്കില്ലേ? ഇത് ഞങ്ങൾ തന്നെ ജയ് വിളിക്കുന്നു, ഞങ്ങൾ കീ വെക്കുന്നു, ഞങ്ങൾ തന്നെ ജയ് വിളിക്കുന്നു. അത് മോശമല്ലേ? നമ്മുടെ കൂടെ ഒന്ന് കൂട്. ഞങ്ങൾക്ക് ഈ വെയിലത്ത് കിടന്ന് ഓടി കഷ്ടപ്പെട്ട് ഏറും കൊണ്ട് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിനും നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഒരു നല്ല ഹലോ പറഞ്ഞേ. ഹായ്. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കളി കാണാറുണ്ടോ? കണ്ടവരൊന്ന് കൈപൊക്കിക്കേ. ലാസ്റ്റ് മാച്ച് കണ്ടവർ, നാളത്തെ മാച്ചിന് വരുമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നാളത്തെ മാച്ചിന് വരാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കേ. നാളത്തെ മാച്ചിന് വരാൻ ആഗ്രഹമുള്ളവർ. റിയാസ്ക പണ്ടേ ഉണ്ട്. നാളെ ഈച്ച സിനിമയിലെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കിച്ച സുദീപ് നയിക്കുന്ന കർണാടക ബുൾഡോസേഴ്സും അഖിൽ അക്കിനേനി നയിക്കുന്ന തെലുങ്ക് വാരിയേഴ്സും തമ്മിൽ ഉച്ചയ്ക്ക് 2 മണിക്കും അതിനുശേഷം നമ്മളുടെ കേരള സ്ട്രൈക്കേഴ്സും ആര്യ നയിക്കുന്ന ചെന്നൈ റൈനോസും തമ്മിലുള്ള മത്സരം വൈകിട്ട് 6:30-നാണ്. അപ്പോൾ ഈ 2 മത്സരങ്ങളും വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കേരളത്തിന് ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ ഷാർജയിലാണ് ആദ്യത്തെ മത്സരം നടന്നത്. അവിടെ മലയാളികളുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഹൈദരാബാദിലാണ്. അവിടെ ഞങ്ങൾക്ക് 0 സപ്പോർട്ടായിരുന്നു. കാരണം നമ്മുടെ ആൾക്കാർ വളരെ കുറവാണ് കളി കാണാൻ വന്നത്. ലാസ്റ്റ് ഓവർ 1 ബോളിൽ 2 റണ്ണ് വേണ്ടിയിരുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ നിന്നൊരു ശബ്ദം വന്നു തെലുങ്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അത് എന്ന് പറഞ്ഞാൽ കൈയും കാലും വിറച്ചു പോകുന്നൊരു ശബ്ദമായിരുന്നു. ആ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് പറഞ്ഞൊരു സൗണ്ട് വന്നു. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ശബ്ദത്തിൻ്റെ തരംഗം. അതാണ് ഹൈദരാബാദിലെ ജനങ്ങൾ അവരുടെ ഹോം ടീമിന് കൊടുത്തത്. അതിൻ്റെ ഇരട്ടിയായിരിക്കണം കേരള സ്ട്രൈക്കേഴ്സിന് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. നിങ്ങളെല്ലാവരും മത്സരം കാണാൻ വരിക. ഗംഭീര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ജയ് പറയാം. എല്ലാവർക്കും ഒന്നിച്ചൊരു ജയ് പറയാം. ഹലോ, മോളിൽ നിൽക്കുന്ന മോനെ, പഞ്ചാര അടിച്ച് കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഒരു ജയ് പറയാം. ബോലോ കേരള സ്ട്രൈക്കേഴ്സ് കി. നമ്മൾ പറയണ്ട, അവർ പറയട്ടെ. ബോലോ കേരള സ്ട്രൈക്കേഴ്സ് കി. നാളെ ഗ്രൗണ്ടിൽ വരുമോ? താങ്ക് യു. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു ഗംഭീര ഗിഫ്റ്റ് തരാൻ പോവാണ്. ഞങ്ങളുടെ ടീമിലെ ഞങ്ങളുടെ ഒരു കുഞ്ഞനുജൻ, ഞങ്ങളുടെ ടീമിലെ ആറ്റം ബോംബ്, ഞങ്ങളുടെ എല്ലാ എനർജി ബൂസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു പാട്ട് പാടാൻ പോവാണ്. നിങ്ങൾ കൈയടിക്കോ? ഡാൻസ് കളിക്കോ? ലെറ്റ് മീ വെൽക്കം the lovely Siddharth Menon.
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലൈക്ക് യു ഓൾ ഷുഡ് കം ടുമോറോ. നിങ്ങളെല്ലാവരും വരില്ലേ നാളെ? പ്രോമിസ്. എന്തെങ്കിലും സാഡാണോ ഞങ്ങൾ വന്നതിന്? യു ഗൈസ് ആർ ഹാപ്പി റൈറ്റ്? നമുക്കൊരു കാര്യം ചെയ്തു. കൗണ്ട് ഓഫ് 3 ഐ വോണ്ട് യു ഓൾ ടു ചുമ്മാ സ്ക്രീം. വെറുതെ സ്ക്രീം ചെയ്യോ? വെറുതെ ചുമ്മാ സ്ക്രീം ചെയ്യോ? ചെയ്യില്ല? ഓക്കെ. എനിവേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നാളെ നിങ്ങളെല്ലാവരും വരണം. പ്ലീസ് ഡു കം. പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ സപ്പോർട്ട് നാളെ കാണിക്കണം, അല്ലേ? ഗുഡ് ഈവനിങ് എവരി വൺ. തിരുവനന്തപുരം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് പോലെയാണ്. കാരണം ഒരു 5-6 വർഷത്തോളമായിട്ട് പല പ്രൊജക്റ്റുകളായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ ലുലു വരുന്നതിൻ്റെ മുമ്പ് മുതൽ തന്നെ ഇവിടെ എല്ലാവരുമായിട്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ബിനീഷ് ചേട്ടനൊക്കെ പറയണേ, നിനക്ക് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ ഇവിടെ സ്ഥലം അറിയാലോടേത്. കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുള്ള സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം. ഈ വേണ്ടപ്പെട്ട ആൾക്കാർ ആദ്യത്തെ വർഷമാണ് ഞാൻ CCL ഭാഗമാകുന്നത്, എനിക്ക് അവസരം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരെല്ലാവരും തന്നെ നാളെ നമ്മുടെ ഏറ്റവും നല്ല മാച്ച് നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തും എന്നുള്ള വിശ്വാസമുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പാസ് കിട്ടാത്തതായിട്ടുണ്ടോ? ഉണ്ടോ? ഡയറക്റ്റായിട്ട് നമ്മളുടെ ടീമിൽ നിന്ന് തരാം. പക്ഷെ നിങ്ങൾ വരിക. യെസ് വി വിൽ. നമ്മൾ വരും. നമ്മൾ വന്ന് നാളെ ചെന്നൈ റെയ്നോസിനായിട്ടുള്ള മത്സരത്തിൽ നല്ല ലീഡോട് കൂടിയിട്ടാണ് നമ്മൾ വിജയിക്കും. അത് തന്നെയാണ് നമ്മളെ കോൺഫിഡൻസ്. കാരണം ഇവിടെ ഇത്രയും നേരം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദ് പോയി അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തെലുങ്കാന ടീമിനെതിരെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്ന ചെന്നൈ റെയ്നോസിനെതിരെ നല്ല ലീഡിൽ നമുക്ക് കേരള സ്ട്രൈക്കേഴ്സിന് വിജയിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. സോ അതിനുവേണ്ടി കേരള സ്ട്രൈക്കേഴ്സ് താങ്ക് യു. പാസ് വേണ്ട ആൾക്കാർക്ക് ചോദിക്കാം കേട്ടോ. താങ്ക് യു.